ഹായ് ഫ്രണ്ട്സ്. നമ്മളുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ ജനങ്ങൾ കടുത്ത പട്ടിണിയും ദാരിദ്ര്യവും നേരിടുമ്പോഴും അവിടെ തിന്നാനും കുടിക്കാനും ആൾക്കാർക്ക് ഒരു വകയില്ലാത്തപ്പോഴും പാകിസ്ഥാന്റെ ഗവൺമെന്റ് ആർമിക്ക് വാരിക്കോരി കൊടുക്കുകയാണ്. കാരണം ഇപ്രാവശ്യം ഒരു ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവരുടെ ഡിഫൻസ് ബജറ്റ് അല്ലെങ്കിൽ ഡിഫൻസ് സ്പെൻഡിങ് കഴിഞ്ഞ വർഷത്തെക്കാളിലും 20% അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊടുത്ത ശക്തമായിട്ടുള്ള മറുപടി പേടിച്ചാണ് തീർച്ചയായിട്ടും ഇത്രയും ഈ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇനിയും ഡിഫൻസിന് വേണ്ടി അവർ ചെലവാക്കാൻ പോകുന്നത് 20%, ഏകദേശം 18 മുതൽ 20% പിന്നെ വർധനമാണ് അവരുടെ ബജറ്റിൽ ഡിഫൻസിന് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആം, പാകിസ്ഥാൻ റുപ്പി 1000 ബില്യൺ ഡോളറിൻ്റെ മറ്റ് എന്നുവെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റ് പ്രോജക്റ്റുകൾ നിർത്തലാക്കിക്കൊണ്ടാണ് ആർമിക്ക് വേണ്ടി ഇത്രയേറെ സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അതിൽ ഏറ്റവും വലിയ സംശയം അവരുടെ ഈ വളരെ പരിമിതമായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവും അതുപോലെ തന്നെ വൻതോതിലുള്ള കടബാധ്യതയും ഈ രണ്ട് കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാൻ എങ്ങനെയാണ് ഇത്രയും പൈസ ചെലവാക്കി അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടി പൈസ ചെലവാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് സംശയകരമായിട്ടുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് സംശയിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അത് സാധ്യമല്ല എന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം പാകിസ്ഥാനെ മിലിറ്ററി സ്റ്റേറ്റ് നിലനിർത്തുവാൻ താല്പര്യമുള്ള രാജ്യങ്ങൾ നമുക്കറിയാം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പാകിസ്ഥാൻ ഇന്ത്യക്കൊരു ശത്രു രാജ്യമാണ്. ഇന്ത്യ പാകിസ്ഥാനെ ശിഥിലമാക്കാൻ ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പോലും പാകിസ്ഥാൻ ശിഥിലമാകാതിരിക്കാൻ വേണ്ടി, തകർന്ന് തരിപ്പണമാകാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും പാകിസ്ഥാന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇതുപോലെ ഈ ഒരു മിലിറ്ററി സ്റ്റേറ്റ്, അവിടെ സിവിലിയൻ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ തന്നെ പാകിസ്ഥാൻ ഒരു മിലിറ്ററി സ്റ്റേറ്റാണ് ശരിക്കും പറഞ്ഞാൽ. ആ സ്റ്റേറ്റിനെ നിലനിർത്തുക എന്നുള്ളത് പല രാജ്യങ്ങളുടെയും ആഗ്രഹമാണ്, താല്പര്യമാണ്. അതിനകത്തിൽ പ്രധാനപ്പെട്ടത് ചൈനയാണ്. പിന്നെ അമേരിക്ക അതിനകത്തിലൊട്ടും പിന്നിലൊന്നുമല്ല. ഇപ്പോൾ അമേരിക്ക നമ്മളുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമാണെന്ന് പറയുകയാണെങ്കിൽ തന്നെയും പാകിസ്ഥാനെ ഒരു കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഗൾഫിലെ ചില രാജ്യങ്ങൾ, ഇപ്പോൾ UAE, സൗദി അറേബ്യ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാകിസ്ഥാന് സഹായം ആവശ്യമുള്ളപ്പോൾ അവർ തീർച്ചയായിട്ടും ഒഴിവാക്കാറില്ല, കൈമലർത്താറില്ല എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പഴയകാല ചരിത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രതിരോധ സൈനിക ചെലവുകൾക്കും വിദേശ വായ്പക്കാരെ പ്രീതിപ്പെടുത്തുന്നതിനും വേണ്ടി ആണ് ഇപ്പോഴത്തെ ബജറ്റ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നടന്നത്. അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന്, പ്രത്യേകിച്ച് IMF പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഭീമമായ വായ്പകൾ സ്വീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഭരണകൂടം പാകിസ്ഥാനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരെ തകർന്നഴിഞ്ഞ അവസ്ഥയിലാണ്. ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഉപജീവനമാർഗം അവിടുത്തെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിൻ്റെ സമ്മർദ്ദത്തിൽ ഇല്ലാതായിരിക്കുകയാണ്. ജനങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ്. വേൾഡ് ബാങ്കിൻ്റെ റീസെൻ്റ് റിപ്പോർട്ടിൽ തന്നെ പാകിസ്ഥാൻ്റെ പട്ടിണിയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും വളരെയധികം ആശങ്ക പരത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വിട്ടിട്ടുണ്ട്. രൂക്ഷമായിട്ടുള്ള ദാരിദ്ര്യം രാജ്യത്തുണ്ട്. അപ്പം വാർഷിക ബജറ്റ് പാകിസ്ഥാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിനകത്തിലാണ് ഡിഫൻസിൻ്റെ സ്പെൻഡിങ്ങിനെ കുറിച്ച് കൂടുതൽ, അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നേരത്തെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, സാമൂഹിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ പാകിസ്ഥാൻ്റെ സിവിലിയൻ ഗവൺമെൻറ് ആയാലും മിലിറ്ററി ഗവൺമെൻറ് ആയാലും യാതൊരു രീതിയിലുള്ള പരിഗണന അല്ലെങ്കിൽ മുൻഗണന നൽകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം ശ്രദ്ധേയമാകാം. കാരണം സൈനിക ചെലവുകൾക്ക് കൂടുതൽ തുക പാകിസ്ഥാൻ വകയിരുത്തുന്നു എന്നാണ്. പ്രതിരോധ സൈനിക ചെലവുകൾക്കും അതുപോലെ തന്നെ വിദേശ വായ്പക്കാരെ പ്രീതിപ്പെടുത്തുന്നതിനുമാണ് ഷഹബാസ് ഷരീഫ് സർക്കാർ മുൻഗണന നൽകുന്നത്. അപ്പോൾ ഇത് കൂടുതൽ എന്താണ് പറയുക, അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള നടപടികളായിരിക്കും ബജറ്റിൽ ഉണ്ടാകുക എന്ന് കരുതുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇതിപ്പോൾ ബജറ്റിന് മുമ്പുള്ള റിപ്പോർട്ടാണിത്. ഇത് ബജറ്റിന് ശേഷമുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഡിഫൻസ് സ്പെൻഡിങ് ഏകദേശം 20% ഇൻക്രീസ് ചെയ്തു. പാകിസ്ഥാൻ ഏകദേശം 274 ബില്യൺ ഡോളറിൻ്റെ കടമുണ്ട്, വിദേശ കടം, ഓവറോൾ ഡെറ്റ്. ആഭ്യന്തരമായിട്ടും ബാഹ്യമായിട്ടുള്ള കടത്തിൻ്റെയാണ്.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഡിഫൻസ് ബജറ്റ് 20% ഉയർത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തിനേക്കാളും പിന്നെ പാകിസ്ഥാന്റെ ഓവറോൾ ബജറ്റ് 6.9% കുറഞ്ഞെങ്കിലും ഡിഫൻസിന്റെ ബജറ്റ് 20% കൂടിയിട്ടുണ്ട്. അത് ഏകദേശം ഈ കഴിഞ്ഞൊരു ദശാബ്ദക്കാലത്തിലെ ഏറ്റവും ആം, വലിയൊരു വർധനമാണിത്. പാകിസ്ഥാൻ നമുക്ക് സെക്യൂരിറ്റി സ്റ്റേറ്റ് എന്നോ മിലിറ്ററി സ്റ്റേറ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. കാരണം മിലിറ്ററിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അവരുടെ ആ രാജ്യം ബിഹേവ് ചെയ്യുന്ന ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ നിന്നും അവർക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള പ്രഹരം കിട്ടിയതിൻ്റെ ഒരു ആഘാതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ അത് ഭയന്ന് തന്നെയാണ് അവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡിഫൻസ് സ്പെൻഡിങ് ഇത്രയും കൂട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാകിസ്ഥാന്റെ സാമ്പത്തിക നിലനിൽപ്പ് തന്നെ അന്താരാഷ്ട്ര നാണയ IMF-ൽ നിന്നുള്ള വായ്പകളെ, അതുപോലെ തന്നെ ചൈന, ഗൾഫ് നേഷൻസ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടാണ്. അല്ലാതെ ആഭ്യന്തരമായിട്ട് അവരുടെ സമ്പദ് വ്യവസ്ഥയെ വളർത്തിയെടുക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, ടാക്സ് റവന്യൂ നിന്നല്ല പാകിസ്ഥാൻ റൺ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ IMF-ൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ലോൺ എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏത് രാജ്യത്തിനായാലും ശരി, അവരവരുടേതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, കണ്ടീഷണാലിറ്റീസ് ഉണ്ട്. IMF-ൽ നിന്നുള്ള നിബന്ധനകളൊക്കെ തന്നെ വളരെ കർക്കശമായിട്ടുള്ളതാണ്. അപ്പോൾ ആ കണ്ടീഷണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നീതി വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സബ്സിഡികൾ പിൻവലിക്കുക, പിന്നെ പൊതുസേവനങ്ങൾക്കുള്ള ചെലവ് ചുരുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷണാലിറ്റീസ് നടപ്പിലാക്കിയാൽ മാത്രമേ IMF-ൽ നിന്നുള്ള ലോണുകളൊക്കെ സാങ്ഷൻ ആകത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ബജറ്റിനകത്ത് ഉൾപ്പെടുത്തിയാൽ മാത്രമേ തീർച്ചയായിട്ടും ഈ പറഞ്ഞ IMF-ൽ നിന്നൊക്കെ ഇനിയും ലോണുകൾ കിട്ടാനും അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലോണുകളുടെ ഒരു എന്താണ് പറയുന്നത് ലഭ്യതയൊക്കെ ഉറപ്പുവരുത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ സാധാരണ ജനങ്ങളെ വളരെയധികം രൂക്ഷമായി ബാധിക്കുന്ന, ദോഷകരമായി ബാധിക്കുന്ന നടപടികളും അല്ലെങ്കിൽ നയങ്ങളുമായിരിക്കും എന്നുള്ളത് സംശയങ്ങളൊന്നുമില്ല. അപ്പം ചില തെറ്റായ പാകിസ് സാമ്പത്തിക സർവേ പാകിസ്ഥാന്റെ വമ്പിച്ച കടബാധ്യതയെ വ്യക്തമായി വെളിപ്പെടുത്തി. അപ്പം നമുക്കറിയാം, ഇന്ത്യയിലെ പോലെ തന്നെ അവിടെയും സാമ്പത്തിക സർവേ നടത്തുന്നുണ്ട് ബജറ്റിന് മുമ്പ്. പൊതുകടം ഏകദേശം 269 ബില്യൺ, 269 അല്ല, $274 ബില്യൺ ഉണ്ട് പാകിസ്ഥാന്റെ പൊതുകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2020-21 മുതൽ കടം ഇരട്ടിയായി വർദ്ധിക്കുന്നുണ്ട്. ഇതിൽ 51.5 ലക്ഷം കോടി രൂപ ആഭ്യന്തര കടവും ബാഹ്യമായിട്ടുള്ളത് 24.4 ലക്ഷം കോടി രൂപ ആണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ട് IMF എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ റെപ്രസെൻറ്റേഷൻ അത് കൂടുതൽ. അപ്പോൾ അമേരിക്കയുടെ സഹായം, പിന്നെ ചൈന, ഇതുപോലുള്ള രാജ്യങ്ങളുടെ സഹായം പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഗൾഫ് രാജ്യങ്ങളുടെ, അതുപോലെ UAE, സൗദി ഇതുപോലുള്ള രാജ്യങ്ങളുടെയൊക്കെ സഹായവും പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സൈനിക ആയുധ ആവശ്യങ്ങൾക്കുള്ള തുക ഏകദേശം 18% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ തെറ്റായ മുൻഗണനകളെയാണ് ഇത് അടിവരയിടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം മറ്റ് ജനങ്ങളുടെ അവിടുത്തെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള സാമൂഹിക സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ ആ, പരിഗണന നൽകാതെ ആർമിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ അവരുടെ ഡിഫൻസിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും രാജ്യത്തെ വീണ്ടും കൂടുതൽ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൊണ്ടെത്തിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ലക്ഷ്യം. കാരണം ഇന്ത്യയിൽ നിന്നും ഇനിയും ഏത് സമയത്തും ഇതുപോലുള്ളൊരു ആക്രമം, ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ആക്രമം ഉണ്ടാകാം എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. കാരണം അവരുടെ സ്വഭാവമായി അവരുടെ പ്രവൃത്തി, അതായത് തീവ്രവാദ പ്രവർത്തനം ഞങ്ങൾ ഇനിയും ഒരിക്കലും നിർത്തത്തില്ല എന്നുള്ള ഒരു നയം പാകിസ്ഥാൻ വെച്ചു പുലർത്തുന്നിടത്തോളം കാലം അവർക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി ഇനിയും ഉണ്ടാകാം എന്നുള്ള പ്രതീക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് അവരുടെ സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഡിഫൻസിന്റെ ബജറ്റ് അവരിപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി അവർ കോടാനുകോടി രൂപ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. കാരണം അവർ ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ഇന്ത്യയും തീർച്ചയായിട്ടും അതിന് നമ്മളും നമ്മുടെ മുകളിലും അതിനുള്ള പ്രഷർ ഉണ്ടാകും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടുമ്പോൾ പാകിസ്ഥാനും തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യേണ്ടത്. പണ്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്ന ഈ ഒരു പിന്നെ കോൾഡ് വാർ, മിലിറ്ററി അമേരിക്ക സ്പെൻഡ് ചെയ്യുമ്പോൾ സോവിയറ്റ് യൂണിയൻ കൂടുതൽ സ്പെൻഡ് ചെയ്യും. അങ്ങനെ അത് അവസാനം സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് കാരണമായി എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആംസ് റേസ് എന്നൊക്കെ പറയും, ആയുധ പന്തയങ്ങൾ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്,
കൂടുതൽ ആയുധവൽക്കരിക്കാൻ വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ തളർത്തുകയും ഈ പറഞ്ഞ സാമൂഹിക സാമ്പത്തിക മേഖലയുടെ വളർച്ചയ്ക്ക് അത് വിഘാതം സൃഷ്ടിക്കുകയും ദോഷകരമായി ബാധിക്കുകയും ജനങ്ങളുടെ പിന്നെ എന്താണ് പറയുന്നത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കാതൊക്കെ വരുമ്പോൾ ആ രാജ്യത്തിന് തളർച്ചയും അല്ലെങ്കിൽ ശിഥിലീകരണമൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് പാകിസ്ഥാന് ട്രഡീഷണലായിട്ട് അല്ലെങ്കിൽ പണ്ട് മുതലേ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് വിഭാഗങ്ങളുടെ ഒന്ന് IMF ആണ്. IMF പറഞ്ഞാൽ അമേരിക്കയുടെ സപ്പോർട്ടില്ലാതെ IMFന് തീർച്ചയായിട്ടും അല്ലെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ വളരെയധികം ആശ്രയിക്കുന്ന IMFനെയാണ്. 2023 മുതൽ ഏകദേശം $3 ബില്യൺ സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെൻറ്റ് അവരുടെ എക്കോണമി സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നുണ്ട്. 24 IMF ഏകദേശം $7 ബില്യൺ ലോൺ പാകിസ്ഥാന് കിട്ടുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഈ പറഞ്ഞ IMF നിന്ന് കിട്ടുന്നതിന് ഡയറക്റ്റായിട്ട് അവർക്ക് മിലിറ്ററിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ തന്നെയും പാകിസ്ഥാൻ്റെ എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഡൊമസ്റ്റിക് ഫണ്ട് ഈ പറഞ്ഞ മിലിറ്ററിക്ക് വേണ്ടി അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കും. കാരണം ഈ IMF നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് അപ്പം അവർക്ക് ആഭ്യന്തരമായിട്ടുള്ള ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആഭ്യന്തരമായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് അവരുടെ ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു രീതിയാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ്റെ മിലിറ്ററിക്ക് കൂടുതൽ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. പാകിസ്ഥാൻ ഏകദേശം 1958 മുതൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 20 പ്രാവശ്യം 20 ലോണോളം IMFയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഏതാണ്ട് 5th ലാർജസ്റ്റ് ഡെറ്ററാണ്, 5ാമത്തെ ഏറ്റവും വലിയ കടക്കാരനാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. പിന്നെ ചൈനയാണ് അവരുടെ ഏറ്റവും വലിയ സഹായി, അത് നമുക്കറിയാം. ചൈനയും പാകിസ്ഥാന് തീർച്ചയായിട്ടും ഒത്തിരി സഹായങ്ങൾ നൽകുന്നുണ്ട്. എക്സ്റ്റേണൽ ഫൈനാൻസിയറും അതുപോലെ തന്നെ കീ മിലിറ്ററി പാർട്ണറുമാണ് നമുക്കറിയാം. ഏകദേശം $12 ബില്യൺ ചൈനയിൽ നിന്നും 12 ബില്യൺ ലോൺ റോൾ ഓവർ ചെയ്യാൻ വേണ്ടി ഏകദേശം അവർ ചൈനയുടെ സഹായങ്ങൾ തേടിയിട്ടുണ്ട്. അപ്പോൾ ചൈന അവർക്കത് തീർച്ചയായും കൊടുക്കുകയും ചെയ്യും. കാരണം പാകിസ്ഥാനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളത് ചൈനയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അപ്പോൾ അങ്ങനെ ചൈനയാണ് മറ്റേ അവരുടെ IMF കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത ഒരു സഹായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയാണ്. പാകിസ്ഥാൻ്റെ ഏകദേശം 1/3 എക്സ്റ്റേണൽ ഡെറ്റ് വിദേശ കടങ്ങളിൽ 1/3 ചൈനയോടാണ് ചൈനയ്ക്കാണ് അവർ കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ CPEC-ഉമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ എനർജി പ്രോജക്ട്സിനൊക്കെ വേണ്ടി ചൈന കൊടുത്ത കടങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അവരുടെ പ്രധാനപ്പെട്ടൊരു സഹായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് നേഷൻസാണ്. ഗൾഫ് നേഷൻസ് പറഞ്ഞാൽ പ്രധാനമായിട്ടും UAE-യും അതുപോലെ തന്നെ സൗദി അറേബ്യയും. 2023 ജൂലൈയിൽ സൗദി അറേബ്യ ഏകദേശം $2 ബില്യൺ ഡിപ്പോസിറ്റ് അവരുടെ പാകിസ്ഥാൻ്റെ സെൻട്രൽ ബാങ്കിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. UAE $1 ബില്യൺ. കാരണം ഇത് IMF-ൽ നിന്ന് ഈ പറഞ്ഞ ലോൺ കിട്ടണമെങ്കിൽ അവരുടെ ഫോറിൻ റിസർവിനെ ഒരു ബൂസ്റ്റ് കിട്ടണം. അതിനുവേണ്ടി അവർ സൗദിയുടെയും UAE-യുടെയും സഹായത്തോടുകൂടി അത് 2023 ആ ഒരു എന്താണ് ഫങ്ഷൻ, ഫൈനാൻഷ്യൽ ഇക്കണോമിക് ഫങ്ഷൻ അവർക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ 2024 ജാനുവരിയിൽ UAE-യിൽ നിന്ന് വീണ്ടും $2 ബില്യൺ ലോണ് 2025 അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2024 ഡിസംബറിൽ സൗദി അറേബ്യ ഏകദേശം $3 ബില്യൺ ഡിപ്പോസിറ്റ് വീണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കൂടാതെ തന്നെ ഏകദേശം $4 ബില്യൺ ഫണ്ട് ഗൾഫ് ബേസ്ഡ് കൊമേഴ്സ്യൽ ബാങ്ക്സിൽ നിന്ന്, അതായത് സൗദി, UAE അതുപോലെ തന്നെ ഖത്തർ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നും പിരിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി പാകിസ്ഥാന് പ്ലാനുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് പാകിസ്ഥാനെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉറവിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതെല്ലാം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള സാമ്പത്തിക സാമൂഹിക പരിഷ്കാരങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ നയപരിപാടികൾ ആവിഷ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ അവരുടെ ഡിഫൻസ് സ്പെൻഡിങ് കൂട്ടിയതിൻ്റെ പ്രധാന കാരണം ഇന്ത്യക്കെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനും അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ പറഞ്ഞാൽ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ്.
ചൈനയിൽ നിന്നും ടർക്കിയിൽ നിന്നും ഒക്കെ തന്നെ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്ന ഒരു പിന്നെ പ്രക്രിയ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നും ആ, മറ്റൊരു ആ- ആക്രമണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്ത് മറ്റൊരു ആക്രമണത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ചില എക്സ്പെർട്ടുകൾ പറയുന്നത് അടുത്തൊരു 3 to 5 ഇയേഴ്സിൽ ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും അല്പം കൂടെ രൂക്ഷമായിട്ടുള്ളൊരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യുദ്ധം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ യൂണിലാറ്ററലായിട്ട് ഏകപക്ഷീയമായിട്ട് യുദ്ധം ചെയ്യത്തില്ല. ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നമ്മളെ കൊണ്ട് ഡ്രാഗ് ചെയ്യാനുള്ള സാധ്യത പാകിസ്ഥാനും ചൈനയും തമ്മിൽ ആ, അങ്ങനെ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഡിഫൻസ് സ്പെൻഡിങ്ങും അവർ കൂടുതൽ ആയുധ ശേഖരം അല്ലെങ്കിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും എന്നൊക്കെ ഉള്ളത് ഈ ഡിഫൻസ് എക്സ്പേർട്സും അല്ലെങ്കിൽ അനാലിസ്റ്റും ഒക്കെ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെട്ടു തുടങ്ങി. എന്നിരുന്നാലും ഇത് നമുക്ക് ഇന്ത്യക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും ഇന്ത്യക്കും കൂടുതൽ എമൗണ്ടുകൾ ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ രാജ്യ സുരക്ഷയെ സംബന്ധിച്ചും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംബന്ധിച്ചും. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക്. ഇത്രയും പറഞ്ഞിട്ട് ടോപ്പിക്ക് നമുക്കിവിടെ നിർത്താം. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.